ആത്മാവ് ബാധിച്ചിരിക്കുന്നു. അത് അവനെ പിടികൂടുമ്പോൾ നിലത്ത് മതിക്കുന്നു, വായുടെ നിറയെ പുറപ്പെടുവിക്കുന്നു. അവൻ മരിച്ചവനെ പോലെ ആകുന്നു. അനേക പ്രാവശ്യം ഇവനെ കൊല്ലാൻ വേണ്ടി ഇവനെ തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ചോദിക്കുകയാണ്, എന്നാണ് ആരംഭിച്ചത്? ബാല്യം മുതൽ, ബാല്യ ശിശുപ്രായം മുതൽ ചെറുപ്പത്തിൽ അവൻ പ്രൊസസ് ചെയ്യപ്പെട്ടവനാണ്. അവൻ എന്തെങ്കിലും പ്രമാണം ലംഘിച്ചിട്ടല്ല അവൻ പ്രൊസസ് ചെയ്യപ്പെട്ടത്, കൽപ്പന ലംഘിച്ചിട്ടല്ല. സാഹചര്യത്തിൽ മനുഷ്യന്റെ മേലെ അശുദ്ധാത്മാവ് സ്വാധീനം കടന്നു വരുന്നത് അവർ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. പ്രമാണ ലംഘനങ്ങളാണ് പലരുടെയും ജീവിതത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരുന്നത്. അതൊരു പക്ഷെ നിരപരാധികളായിരിക്കുക. അത്രമാത്രം പിതാക്കന്മാരുടെ പാപങ്ങളുടെ ആധിക്യം ഉണ്ടെങ്കിൽ നിരപരാധികളും വേട്ടയാടപ്പെടും. അപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ച് അപ്പൻ പറയുകയാണ്, ബാല്യം മുതൽ കുഞ്ഞായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു പാപം ചെയ്തതിന് മുമ്പ് തന്നെ അശുദ്ധാത്മാക്കൾ ഇവരെ ആവശ്യിച്ചു, ഇവരെ കീഴ്പ്പെടുത്തി, ഇവരെ രോഗിയാക്കി മാറ്റി. നമ്മൾ വായിക്കുന്നതാണ്, യേശു ആത്മാവോട് കൽപ്പിക്കുകയാണ്, കുഞ്ഞിനെ വിട്ടുപോവുക. അത് വിട്ടുപോകുന്നു, കുഞ്ഞ് നിലം പതിക്കുന്നു, നിറയെ പുറപ്പെടുവിക്കുന്നു, കൈകൾ കടിക്കുന്നു, പിന്നെ ശാന്തനാകുന്നു, അവൻ സുഖപ്പെടുകയാണ്. ഒരാത്മാവിനെ ബഹിഷ്കരിച്ചപ്പോൾ, അതൊരു അശുദ്ധാത്മാവായിരുന്നു, അവനെ ബഹിഷ്കരിച്ചപ്പോൾ ആ കുട്ടി സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൗർഭാഗ്യവശാൽ ഈ തലമുറയിൽ ഇതൊക്കെ രോഗങ്ങളാണ്. ഇതൊക്കെ മരുന്നുകളാണ് മനുഷ്യൻ കൊടുക്കുക. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് മനുഷ്യൻ ജീവിക്കേണ്ടി വരികയാണ്. അന്ന് ബുദ്ധിയില്ലാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യൻ സമൂഹത്തിലുണ്ട്. ഇത്ര കുടുംബങ്ങളിലാണ് ഇങ്ങനെയുള്ള മരുന്ന് കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ. കാരണം ഭയത്തിന് മരുന്നാണ് കഴിക്കുക. ഭയം ഇല്ലേ? ഭയത്തിന് വേറെ ഉപാധികളൊന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല, മരുന്ന് കഴിക്കണം. പക്ഷെ ഭയം എന്ന രോഗമേ അല്ലത്, അതൊരു ബന്ധനമാണ്, ഒരു പീഡയാണത്. അതിനുള്ള മരുന്ന് വചനമാണ്. എല്ലാവരുടെയും മരുന്ന് വചനം തന്നെയാണ്. ഹല്ലേലൂയ. ഈ ആത്മാക്കൾ, അശുദ്ധാത്മാക്കൾ ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വതന്ത്രനാണ്. അത് രോഗത്തിൽ മാത്രമല്ല, പാപത്തിന് പിന്നിൽ, ആശയത്തിന് പിന്നിൽ ഒക്കെ ഇവരുടെ സ്വാധീനം ശക്തമാണ്. ഇവർ സ്വാധീനിക്കുമ്പോഴാണ് നമ്മൾ പലതും തിന്മ ചെയ്തു പോകുന്നത്. കണ്ണടയ്ക്ക് വിഷയത്തിൽ പലതരം നെറ്റിയിൽ വയ്ക്കുക, പലതരം നെഞ്ചിൽ വയ്ക്കുക. നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങൾ അറിയാതെ ആക്രമിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, അശുദ്ധാത്മാക്കള് വിശ്വാസം തകർത്ത് കളയും.